വെറും ബോയിൽഡ് ചിക്കനും നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം മാറ്റി വെച്ചിട്ടല്ല ഡയറ്റ് ചെയ്യേണ്ടത്. എന്റെ ഫ്രിഡ്ജിലുള്ള എല്ലാ ഐറ്റംസ് എനിക്ക് ഈ ആഴ്ച തീർക്കണമായിരുന്നു. ആൻഡ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ കഴിച്ചു. അതെല്ലാം നമുക്ക് ഒരുമിച്ച് കാണാം. ഈ വീക്ക് തുടങ്ങിയപ്പോൾ എന്റെ ഫ്രിഡ്ജ് ഇങ്ങനെയായിരുന്നു. അവസാനം എന്തൊക്കെ ബാലൻസ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഹെൽത്തി ആട്ടോ. പക്ഷേ ഞാൻ ഇത് ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്നല്ലേ, എന്റെ കയ്യിൽ നിറയെ സ്പിനച്ച് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ മിക്സിയിൽ അടിച്ചാൽ മാത്രം മതി. അടിപൊളി. ഇതാ എല്ലാം സാരില്ല, ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഒഴിച്ചപ്പോൾ എല്ലാം ശരി. പിന്നെ ഈ സ്മൂത്തി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ സ്പിനാച്ച് ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ വെള്ളത്തിൽ ഒന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ട് മാത്രം ഉണ്ടാക്കുക. സർപ്രൈസിംഗ്ലി സ്പിനാച്ചിന് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനകത്തുള്ള പഴം, അത് പഴുക്കാത്ത പഴമായതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമായി. പക്ഷെ എന്നാലും രാവിലെ പെട്ടെന്ന് നിങ്ങൾക്ക് ആഹാരം കഴിക്കണം, അങ്ങനെ വലിയ ഹെവി ആയിട്ടുള്ളതൊന്നും കഴിക്കണ്ട. നിങ്ങൾക്ക് ഓൺ ദ ഗോ കഴിച്ചിട്ട് പോകാനുള്ളതാണെങ്കിൽ ഇത് തന്നെ ധാരാളം മതി. പക്ഷെ പഴുക്കാത്ത പഴം ഇട്ട് അടിക്കരുത്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും സിമ്പിൾ ആയിരിക്കണം. എനിക്ക് കുറെ കുക്ക് ചെയ്യാനേ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇതുപോലത്തെ കാര്യങ്ങൾ ഞാൻ ചൂസ് ചെയ്യുന്നത്. രാവിലെ ഇത്ര സിമ്പിൾ സാധനമാണ് കഴിക്കണേന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഉച്ചയ്ക്ക് നന്നായിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട് എപ്പോഴത്തെയും പോലെ. ഡ്യൂട്ടിയിൽ ഫേസിന്റെ അവസാനമായിട്ട് കുറച്ച് പിമ്പിളൊക്കെ ഇപ്പൊ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇനി നമ്മൾ ഒരു അടിപൊളി ലഞ്ചിലേക്ക് പോവാണ്. നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത് കുറെ മണിക്കൂർ എടുത്ത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന്. വെറും 20 മിനിറ്റ്, ലിറ്ററലി 20 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഇത് മൊത്തം ഉണ്ടാക്കിയത്. ഇന്ന് ഞാൻ കാണിക്കുന്ന എല്ലാ ഫുഡും 20 മിനിറ്റ്സിൽ ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വേറെ കാര്യം കൂടെ ചെയ്തു. ഇതുപോലൊരു പ്ലേറ്റിൽ ഇതേപോലെ ഉണ്ടാക്കി ഞാൻ എന്റെ കാറിൽ അതിനും തട്ടാതെ മുട്ടാതെ കഷ്ടപ്പെട്ട് ഞാനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഞാൻ തന്നെ എപ്പോഴും കഴിച്ച് ഞാൻ തന്നെ റിവ്യൂ പറയുന്നത് കുറച്ച് ബോറല്ലേ. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു റിവ്യൂവിന് ഒരാളുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് പോമഗ്രനേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി എന്ന് തോന്നുന്നു. കാരണം ഞാനിത് മറ്റേ ഓടിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ വീഴാതെ കൊണ്ടുവന്നത്. എന്നാൽ ഏകദേശം ഇൻടാക്ട് ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല ലൈറ്റ് മീലാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണിത്, സ്റ്റീക്ക് ആൻഡ് മാഷ് പൊട്ടാറ്റോസ്. ഞാൻ എൻ്റെ കുറച്ച് സോയാ സോസ് വെച്ച് ഗ്ലേസ് ചെയ്തു. പക്ഷേ ഇതിൽ ഞാൻ ചെയ്തില്ല, കാരണം നിങ്ങൾക്ക് ഇതായിരിക്കും കൂടുതൽ ഇഷ്ടമാവുക. സോയാ സോസ് ഒരാൾക്ക് അത്ര ഇഷ്ടമല്ല, എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാനത് ഗ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്കത്തെ നമ്മളെ ലഞ്ചിന് ആവശ്യത്തിന് കാർബോ എല്ലാം ഉണ്ടായിരുന്നു, എന്നാൽ ലൈറ്റും ആയിരുന്നു ഇന്നത്തെ ഡിന്നർ. അതുകൊണ്ട് കുറച്ച് കാർബോ കുറച്ചിട്ടാണ് ഞാൻ എടുത്തത്. കാരണം നിങ്ങൾ കാണുന്ന പോലെ എനിക്ക് നിറയെ പപ്പായ എല്ലാം കഴിക്കാനുണ്ടായിരുന്നു. ഇതൊരു എഗ്ഗും ബീഫും വെച്ചിട്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അഗെയിൻ 20 മിനിറ്റ്സ്, പക്ഷെ ഒടുക്കത്തെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഈ പപ്പായൊക്കെ പോകുന്ന വഴിക്ക് കഴിച്ചാൽ പോണേ. എനിക്ക് അത്യാവശ്യമായിട്ട് എയർപോർട്ടിൽ ഒരു ഫ്രണ്ട് വരെ പോയിട്ടൊന്ന് തിരിച്ചു വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഈ ചോക്ലേറ്റ് ഒക്കെ ഇപ്പൊ കൊണ്ടുവന്നതായിരുന്നു, പക്ഷെ എനിക്ക് ചോക്ലേറ്റ് കഴിക്കാൻ പറ്റില്ല, കാരണം ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലായിരുന്നു. എനിക്ക് അല്ലാത്തത് അത്ര ഇഷ്ടമായി. ബൈ ദ വേ, നമ്മുടെ ഇന്നലത്തെ സ്പിനാച്ച് ബാക്കിയുള്ള കാര്യം നിങ്ങൾ ആരെങ്കിലും മറന്നോ? ഞാൻ മറന്നില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് സ്പിനാച്ച്, പപ്പായ, കുക്കുംബറൊക്കെ വെച്ചിട്ട് പുതിയൊരു സ്മൂത്തിയാണ്. ഇതും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇന്നലത്തെ ആയിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടമായത് കേട്ടോ. ആ ഓറഞ്ചിന്റെ ടേസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര ഫ്രഷ്നെസ് ആയിരുന്നു. എഗെയിൻ സ്പിനാച്ച് കുറച്ച് കുക്ക് ചെയ്തിട്ട് മാത്രമേ അത് ബ്ലാൻഡ് ചെയ്തിട്ട് മാത്രമേ ഇടുക. അപ്പം മാത്രമേ അതിന്റെ ടേസ്റ്റ് ഭയങ്കര കയ്പറിയാതിരിക്കുള്ളൂ. ഇത് കഴിക്കുമ്പോഴത്തേക്ക് ഒരു കയ്പുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ സ്പെഷ്യൽ പപ്പായം കൂടെ കഴിച്ചിട്ടുണ്ട്. രാവിലെ പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം, ലിറ്ററലി ഭയങ്കര സന്തോഷം. ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചു കുറച്ച് ചൈനീസ് ആയിക്കോട്ടെ എന്ന്. അത് ചൈനീസിലും നമ്മുടെ ഒരു കേരള തരുമ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അത് അവസാനം കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്തേക്കുന്ന വീറ്റ് നൂഡിൽസ് ആണ്, പിന്നെ ബീഫിന്റെ മിൻസ് ആണ്. ഇത് നമുക്ക് ബീഫിലോ ചിക്കനിലോ പ്രോൺസിലോ എന്തിലും വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ അവസാനം കോക്കനട്ട് മിൽക്ക് കൂടി യൂസ് ചെയ്തിട്ടാണ് ഈ നൂഡിൽസ് ഉണ്ടാക്കിയത്. നൂഡിൽസോ സ്പെഗറ്റിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും. ആക്ച്വലി അടുത്ത് ഞാൻ കൊറിയാൻഡർ ലൈം റൈസിന്റെയും ബീഫിന്റെയും ഒക്കെ റെസിപ്പി പറയുന്നുണ്ട്. പക്ഷേ എല്ലാത്തിന്റെ റെസിപ്പി പറഞ്ഞ വീഡിയോ ഭയങ്കര നീളമായിപ്പോ. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഒക്കെ റെസിപ്പി ഒരു 5 മിനിറ്റ് റെസിപ്പി ആയിട്ട് പിന്നെ ഇടാട്ടോ. എനിക്ക് ചോപ്സ്റ്റിക് ഉപയോഗിക്കാൻ അറിയില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് 2 മിനിറ്റ് മുമ്പേ എങ്ങനെ ചോപ്സ്റ്റിക് ഉപയോഗിച്ച് കഴിക്കാന്ന് യൂട്യൂബിൽ നോക്കി കണ്ടുപിടിച്ചതാട്ടോ. എന്തായാലും ഫുഡിൽ നിന്ന് നമ്മൾ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പൊ എനിക്ക് ചോപ്സ്റ്റിക് ഉപയോഗിക്കാൻ അറിയാം. ഡിന്നർ എളുപ്പമാക്കാനായിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ആ ഒരു മീറ്റ് ഉണ്ടല്ലോ, സ്പെഗറ്റിയുടെ ആ മീറ്റ് ബേസ്, അതെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കാൻ സിമ്പിൾ ആണ്. കുറച്ച് ബാക്കി വന്ന എന്തെങ്കിലും ചിക്കനോ ബീഫോ എന്തുണ്ടെങ്കിലും ക്യാപ്സിക്കത്തിനകത്ത് വെക്കുക. എന്നിട്ട് പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കുക, അതിന്റെ മുകളിലേക്ക് ക്യാപ്സിക്കം വെക്കുക. ഇത് അടച്ച് വെച്ചൊന്ന് സ്റ്റീം ചെയ്യുക. മുട്ട നിങ്ങളുടെ റിസ്കിൽ ഇടുക. മുട്ടയൊക്കെ പൊട്ടി താഴോട്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. മുട്ട ഇട്ടില്ലേലും കുഴപ്പമില്ല. ഡേ 3 രാവിലെ കുക്കുംബർ ജ്യൂസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സ്ക്രാമ്പിൾഡ് എഗ് വിത്ത് സ്പിനാച്ച് കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് ഭയങ്കര ഈസി ആയിട്ടൊരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത്, പക്ഷേ ഭയങ്കര ഫില്ലിംഗ്. 30 മിനിറ്റ്സിൽ റെഡിയാവും. അതാണ് എനിക്കിഷ്ടം. ലൈക്ക് പെട്ടെന്ന് റെഡി ആവുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ വീക്ക് മൊത്തം ഏകദേശം ഞാൻ കുക്ക് ചെയ്യാൻ കയറി എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. സോ ഞാൻ ഈ വീക്ക് മൊത്തം പെട്ടെന്ന് ഉണ്ടാക്കുന്ന റെസിപ്പീസ് മാത്രമേ ട്രൈ ചെയ്യുന്നുള്ളൂ. നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും അതിനകത്ത് പ്രോട്ടീൻ ഉണ്ടാവണം, കാർബ് ഉണ്ടാവണം, ഫൈബർ ഉണ്ടാവണം. എൻ്റെ ഇപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള പ്രോട്ടീൻ എന്താണെന്നറിയോ? ബീഫാണ്. അതേപോലെ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാർബ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ പൊട്ടറ്റോ ആണ്. കാരണം പൊട്ടറ്റോ ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ, ഭയങ്കര ഫില്ലിംഗ് ആണ്. എനിക്ക് പെട്ടെന്ന് ദഹിക്കുന്നതായിട്ട്, എനിക്ക് പേഴ്സണലി ദഹിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ലഞ്ചിന്റെ ബാക്കിയുള്ളത്
ഡിന്നറിന് കഴിക്കാൻ പറ്റുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചു എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു ഭയങ്കര ആശ്വാസമാണ്. ഡിന്നറിന് ഞാൻ ആക്ച്വലി ഈ ബാക്കി വന്ന മീറ്റിനെ കുറച്ച് സോയ സോസ് ഗ്ലേസ് ചെയ്ത് ഒരു കുറച്ചുകൂടി ടാങ്ങി ആയിട്ടുള്ള ഒരു സാലഡ് ആക്കി എടുക്കുകയാണ് ചെയ്തത്. രാത്രി സാലഡൊക്കെ എനിക്ക് ധാരാളം മതി, കാരണം നമ്മൾ ഉച്ചയ്ക്ക് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാമല്ലോ. രാത്രി ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ നോക്കിയത്, ഇത് അത്ര ഹെൽത്തി ആണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒരു കുടിക്കാൻ പറ്റിയില്ല, കാരണം വളരെ മോശം ലെമൺ ആയിരുന്നു. അതൊരു ഭയങ്കര മോശം ലെമൺ ആയിരുന്നു. സോ നോ. നമ്മുടെ നെക്സ്റ്റ് ഡേ രാവിലെ എനിക്ക് ഒരു സമയം കിട്ടിയില്ല, അതുകൊണ്ട് മുട്ട പുഴുങ്ങിയത് മാത്രം കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നു. എനിക്കിന്ന് ലംസ് അതുകൊണ്ട് തന്നെ ഭയങ്കര നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ബർഗർ കഴിക്കാമെന്ന് വിചാരിച്ചു. ബർഗറിൽ എവിടെ ഹെൽത്തി എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുമെന്ന് എനിക്കറിയാം. ഈ ബർഗർ പക്ഷേ ഏകദേശം ഹെൽത്തിയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇതിനകത്ത് മയോ ഇല്ല, ചീസ് ഇല്ല. ചീസ് എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഇടാത്തതാണ്. ഹെൽത്തി എന്ന് പറഞ്ഞ് നാക്കെടുത്തില്ല. അതിനു മുമ്പേ ഞാൻ കേക്ക് തിന്നാൻ തുടങ്ങി. പക്ഷേ എൻ്റെ ഒരു സന്തോഷം നോക്കി, വല്ലപ്പോഴും അല്ല, ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ എന്തെങ്കിലും സ്വീറ്റ് ആയിട്ട് കഴിക്കും. അതുകൊണ്ട് ഞാനതങ്ങ് കുഴപ്പമില്ലാന്ന് വെക്കും. രാത്രി നമുക്ക് നല്ല പത്തിരിയും ചിക്കൻ കറിയായിരുന്നു, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്. എന്താണ് ഫ്രൂട്ട്സ് എനിക്ക് കയ്യിൽ കിട്ടുന്നത് അത് ഞാൻ കഴിക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഫ്രൂട്ട്സ് എടുത്ത് വെക്കാൻ താല്പര്യമില്ല. കയ്യിൽ എന്ത് കിട്ടോ അത് കഴിക്കും. എനിക്ക് ആക്ച്വലി ഫ്രൂട്ട്സ് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് ബ്രേക്ക്ഫാസ്റ്റിനാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ മിക്സ് ആൻഡ് മാക്സ് ചെയ്ത് കഴിച്ചിട്ടായിരിക്കും പോകും. നമുക്കിനി ഒരു ലെമൺ കൊറിയാൻഡർ റൈസും അതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് ഒരു ബീഫ് കറി സിമ്പിൾ കറിയാണ്. ഇഞ്ചി വെളുത്തുള്ളി, നമ്മുടെ സവാള, കുറച്ച് സ്പൈസസ്, ഇതെല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. തക്കാളി ഇടുക, അത് കഴിഞ്ഞ് കുറച്ച് തൈര് ഇടുക, നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ സവാള ഭയങ്കരമായിട്ട് ഡാർക്ക് ബ്രൗൺ ആവാനൊന്നും നിൽക്കണം, നമുക്ക് സമയമില്ലല്ലോ. ആവശ്യത്തിനുള്ള സ്പൈസസ്, ബേസിക് ആയിട്ടുള്ള കുറച്ച് മീറ്റ് മസാല വേണമെങ്കിൽ ഇടുക, അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, കൊറിയാൻഡർ, ഈ വക കാര്യങ്ങൾ ഇടുക. ഞാൻ ക്യാപ്സിക്കവും മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ മുളക് പൊടി ഉപ്പൊക്കെ ഇടയ്ക്ക് ആഡ് ചെയ്യണമല്ലോ. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? അതിനകത്തേക്ക് ബീഫോ ചിക്കനോ നിങ്ങൾക്ക് ഇഷ്ടമല്ല മീറ്റ് എന്താന്ന് വെച്ചാൽ ഇടുക. ഇത് ബീഫ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. ചിക്കൻ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് ഞാനൊരു നല്ല സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ സ്വീറ്റ് കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ട്? ലെമൺ കൊറിയാൻഡർ റൈസാണ് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ. റൈസ് ഉണ്ടാക്കുക, ബസ്മതി റൈസും. ഞാനിത് നോർമൽ റൈസ് ഉണ്ടാക്കിയത്. അതിനകത്തേക്ക് കുറച്ച് നാരങ്ങ നീരും പിന്നെ കുറച്ച് മല്ലിയില കുനുകുനായിരിഞ്ഞ് അതിനകത്തേക്ക് ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. റൈസ് ഓവർ കുക്ക് ആവാതിരിക്കാൻ നോക്കുക, എങ്കിലും മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓവർ കുക്ക് ആവാത്ത റൈസിലാണ് നമ്മൾ ഈ ലെമണും കൊറിയാൻഡറും ആഡ് ചെയ്യുക. അപ്പോൾ സംഭവം സെറ്റ്. പിന്നെ എന്തുകൊണ്ടോ ഞാൻ ഇത്തവണ കുറച്ച് ബീഫ് കൂടുതൽ മേടിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഈ ബീഫിൻ്റെ ഐറ്റംസ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ എല്ലാ ഐറ്റംസും നമുക്ക് ബീഫിലോ ചിക്കനിലോ ഈവൻ വെജിറ്റേറിയൻ ഓപ്ഷൻസ് ആയിട്ട് വരെ മാറ്റിയെടുക്കാൻ പറ്റും, പനീറൊക്കെ വെച്ചിട്ട് കേട്ടോ. ഞാനത് പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ചിക്കൻ വെറൈറ്റി ഒക്കെ കാണിച്ചു തരാം. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ദിവസം എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ലാത്തൊരു ദിവസമാണ്. അതുകൊണ്ട് രാവിലെ ഒരു മാതളവും കഴിച്ച് കരിക്കും കുടിച്ചങ്ങ് ഇറങ്ങി. പുറത്ത് പോകുന്ന ദിവസം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യം നിറയെ ജ്യൂസ് കുടിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മാംഗോ ജ്യൂസ്. കാരണം മാംഗോ ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടാണ്, പിന്നെ നല്ല ഫില്ലിങ്ങുമാണ്. എൻ്റെ വാട്ടർ ഈറ്റിൻ്റെ വീക്കിലൊന്നും നിങ്ങൾക്ക് വെറും വീട്ടിലത്തെ ഫുഡ് മാത്രം കഴിക്കുന്ന കാണാൻ പറ്റത്തില്ല. കാരണം ഞാൻ പല ടൈപ്പ് ഓഫ് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര എന്താ പറയുക, എന്നെ ഭയങ്കരമായിട്ട് ഫുഡിനായിട്ട് റെസ്ട്രിക്ട് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ബാലൻസ് ആയിട്ട് എനിക്കിഷ്ടമുള്ള ഫുഡും പുറത്തുനിന്നുള്ളത് വീട്ടിൽ നിന്നുള്ള എല്ലാം കഴിക്കാൻ നോക്കും. എനിക്ക് ആക്ച്വലി വീട്ടിൽ ചെന്ന് രാത്രിത്തേക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണമെന്നായിരുന്നു, പക്ഷേ എനിക്കിനി സമയമില്ല. കാരണം എനിക്ക് നല്ല വിശക്കണം. എനിക്കൊരു 5-5:30 ആകുമ്പോൾ വിശക്കാൻ തുടങ്ങും. എന്നാലും കുറച്ച് ലേറ്റ് ആയിട്ടേ ഞാൻ കഴിക്കുള്ളൂ. കാരണം രാത്രി ഭയങ്കര, അല്ലെങ്കിൽ രാത്രി ഒന്നുകൂടെ വിശന്നാലോ. അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കാനായിട്ട്, അപ്പം ഞാൻ എന്തെങ്കിലും വലിച്ചു വാരി കഴിക്കാതിരിക്കാനായിട്ട് ഒരു 5:30-6 ആകുമ്പോൾ കഴിക്കും. പക്ഷേ ഇന്ന് എനിക്ക് നല്ല വിശപ്പുണ്ട്. സോ ഞാനൊരു ബർഗർ മേടിച്ചു, പക്ഷേ എൻ്റെ ഹാഫ് മാത്രം കഴിക്കാമെന്ന് വിചാരിച്ചു. ഹാഫ് കഴിക്കേണ്ട വിശപ്പ് എനിക്കുള്ളൂ. പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും. വല്ലപ്പോഴും അല്ലേ, കുഴപ്പമില്ല. വല്ലപ്പോഴും അല്ലേന്ന് വിചാരിച്ചാൽ ആഴ്ചയിൽ 2 വട്ടം ആയത്. പക്ഷെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, ബാക്കി എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ നിന്ന് അത്രയും ഫില്ലിംഗ് ആയിട്ടുള്ള കാർബും ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ ഉള്ള ഫുഡാണ് കഴിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ തട്ടിക്കൂട്ട് കുറച്ച് ഫുഡ് മാത്രമേ കഴിച്ചുള്ളൂ. കാരണം ഉച്ചക്കത്തേക്ക് നമുക്ക് കുറെ അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു. എങ്ങനെയാണെന്നല്ലേ, അച്ചാമ്മയുടെ വീട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു. അവിടെ കുറെ നാടൻ ചിക്കൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചോറ്, പരിപ്പ്, നിറയെ പപ്പടം. ഞാൻ കുറേ കാലമായി പപ്പടം കഴിച്ചിട്ട്, അതുകൊണ്ട് നിറയെ പപ്പടം, മാങ്ങാക്കറി. പിന്നെ നമ്മുടെ ഏറ്റവും ഒരു സ്പെഷ്യൽ ഐറ്റം എന്താണെന്നറിയാമോ? നമ്മുടെ നല്ല നാടൻ ചിക്കൻ കറി. നല്ല നാടൻ ചിക്കൻ, നല്ല ഭയങ്കര എല്ലായിരുന്നു. പക്ഷേ ഒടുക്കത്തെ ടേസ്റ്റുള്ള ചിക്കൻ കറി ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. ഞാനല്ല ഉണ്ടാക്കിയത്, പക്ഷെ പൊതുവേ നാടൻ ചിക്കൻ ഉണ്ടാക്കാൻ പാടാണ്. ഞാൻ നല്ല സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് കുറേ നാളിന് ശേഷം ചോറും കറിയും കഴിച്ചത്. ഇന്നായിട്ട് വീട്ടിൽ ചെന്ന് ബാക്കി ഈ ചിക്കൻ കറിയും കൂടെ എന്തെങ്കിലും ചപ്പാത്തിയോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അർജന്റായിട്ട് പുറത്ത് പോകേണ്ടി വന്നുകൊണ്ട് ഞാൻ ഒരു ഹാഫ് ബർഗർ മാത്രം കഴിച്ചു. അവസാനം നമ്മുടെ ഫ്രിഡ്ജ് എന്തായെന്ന് കാണണ്ടേ? പിന്നെ ഇത്രയും നേരം കണ്ടാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അഥവാ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയട്ടെ. ഏകദേശം എല്ലാം കഴിച്ചിട്ടുണ്ട്. കുട്ടി വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ ബൈ.